ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം. ദോഹയിൽ നിരവധി സ്ഫോടനങ്ങളുണ്ടായെന്ന് റിപ്പോർട്ട്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ബോംബർ ജെറ്റുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ. നിരവധി തവണ സ്ഫോടനം കേട്ടെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഹമാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹമാസ് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ ആക്രമണമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7 ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് IDF പറഞ്ഞു. ആക്രമണങ്ങൾക്ക് മുൻപ് സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്ന് IDF പ്രസ്താവനയിൽ അറിയിച്ചു. ജനവാസ മേഖലയിലല്ല ആക്രമണം നടത്തിയതെന്നും ഹമാസ് നേതാക്കൾ ഒളിച്ചിരുന്ന സ്ഥലത്താണ് ആക്രമണം നടത്തിയത് എന്നുമാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. CP രാധാകൃഷ്ണൻ പുതിയ ഉപരാഷ്ട്രപതി. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി. 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണൻ നേടിയത്. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി 300 വോട്ടുകളാണ് നേടിയത്. 752 സാധുവായ വോട്ടുകൾ, 767 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത്, 427 വോട്ടുകൾ നേടുമെന്നായിരുന്നു BJP അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. 19 പേർ NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തു. RSSലൂടെയായിരുന്നു CP രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ പ്രവേശനം. തമിഴ്നാട് BJP മുൻ അധ്യക്ഷനായും കേരളത്തിന്റെ പ്രഭാരിയായും ചുമതല വഹിച്ചിട്ടുണ്ട്. 2 തവണ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന ഗവർണർ പദവികളും വഹിച്ചിരുന്നു. പിണറായി വിജയൻ എന്റെ മൂത്ത സഹോദരൻ. അദ്ദേഹത്തിന് കീഴിൽ സംസ്ഥാനം കൂടുതൽ വളരട്ടെ. ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഗവർണർ. സർക്കാർ രാജ്ഭവൻ മഞ്ഞൊരുക്കത്തിന് വേദിയായി സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ്. തർക്കങ്ങൾ മറന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും വേദി പങ്കെടുക്കുകയും പരസ്പരം ഊഷ്മളമായി വരവേറ്റ് സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ തന്റെ മൂത്ത സഹോദരൻ എന്നാണ് ഗവർണർ അഭിസംബോധന ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ സംസ്ഥാനം കൂടുതൽ വളർച്ച കൈവരിക്കട്ടെ എന്ന് ആശംസിച്ച അദ്ദേഹം പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് സംസ്ഥാന സർക്കാരിന് നന്ദിയും അറിയിച്ചു. ജൻസയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവച്ചു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവച്ചു. 2 ദിവസത്തെ പ്രക്ഷോഭത്തിനൊടുവിലാണ് രാജി. വിവിധ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടും യുവാക്കൾ സമരത്തിൽ നിന്നും പിന്മാറിയിരുന്നില്ല. പ്രധാനമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രക്ഷോഭം കലാപമായ നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീട് പ്രക്ഷോഭകർ കത്തിക്കുകയും ചെയ്തിരുന്നു. മുൻ പ്രധാനമന്ത്രി പ്രചണ്ഡ ഷേർ ബഹാദൂർ ദുബെ, മന്ത്രിമാരായ ദീപക് കഡ്ക, പൃഥ്വി സുഭ ഗുർഗ എന്നിവരുടെ വീടുകളും കത്തിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വീടുകൾക്കും നേരെ തീവയ്പും കല്ലേറുമുണ്ടായി. സമരക്കാർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ദുബായിലേക്ക് കടക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. നേപ്പാൾ സർക്കാരിന് നേരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം ആളിപ്പടരുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തിങ്കളാഴ്ച സുരക്ഷാസേന പ്രക്ഷോഭം അടിച്ചമർത്തുവാൻ തുടങ്ങിയതോടെ അക്രമാസക്തമായി. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പോലീസ് വെടിവയ്പിൽ 20 പ്രതിഷേധക്കാരാണ് ഇന്നലെ മരിച്ചത്. 250 പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു. സമസ്തയിൽ ഭിന്നതയുണ്ട്, പരിഹരിക്കേണ്ടവർ അതിന് മുതിർന്നില്ല. വെളിപ്പെടുത്തലുമായി ഉമർ ഫൈസി മുക്കം. സമസ്തയിൽ ഭിന്നത ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. CICയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പരിഹരിക്കേണ്ടവർ അതിന് മുതിരാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മധ്യസ്ഥത വഹിച്ച പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും ഉമർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. സമസ്ത മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചില്ലെന്നും ഉമർ ഫൈസി. സമസ്തയിലെ ഭിന്നതയെക്കുറിച്ച് ചാനലുകളിൽ വരുന്ന വാർത്തകളിൽ വാസ്തവമുണ്ടെന്ന് ഉമർ ഫൈസി മുക്കം പറയുന്നു. ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ CICയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ രൂപപ്പെട്ടത്. സിലബസുമായി ബന്ധപ്പെട്ട് നയവ്യതിയാനമുണ്ടായെന്ന ആരോപണമാണ് സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയ്ക്ക് വഴിവച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ
മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നെഞ്ചു പൊട്ടുന്നു, ഹൃദയം നുറുങ്ങുന്നു. ഞാനും ഒരു പിതാവല്ലേ? നെഞ്ചുലച്ച മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂറിന്റെ കുറിപ്പ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ അടുത്തിടെ മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുകയാണ്. കുട്ടികൾ വരെ ഇരയാകുന്ന ഇത്തരം അപകട വാർത്തകൾ നടുക്കുന്നതാണ്. കോഴിക്കോട്ടെ മുങ്ങിമരണങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ്. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണീര് കാണുവാൻ ത്രാണിയില്ലാതാകുന്നുവെന്ന് ഗഫൂർ കുറിച്ചു. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനിടയിൽ മക്കളെ നഷ്ടപ്പെട്ട ആ രണ്ട് പിതാക്കളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കരച്ചിലിന് പകരം നൽകുവാൻ ചേതനയറ്റ അവരുടെ മക്കളുടെ മൃതദേഹം മാത്രമായി അവരുടെ മുൻപിൽ നിൽക്കേണ്ടി വരുന്നൊരു നിസ്സഹായത അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ. ഏറെക്കുറെ ഇതേ പ്രായമുള്ള മക്കളുള്ള ഒരു പിതാവല്ലേ ഞാനും. എന്തു പറയും ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട്? ഗഫൂർ കുറിച്ചു. മക്കളെ നീന്തൽ പഠിപ്പിക്കൂ എന്ന് രക്ഷിതാക്കളോടും തിരിച്ചറിവോടെ ജീവിക്കൂ. പരിചിതമല്ലാത്ത ജലാശയങ്ങളും വെള്ളച്ചാട്ടങ്ങളും മരണം മാടി വിളിക്കുന്ന മരണക്കുഴികളാണ്. പോവല്ലേ എന്ന് കുട്ടികളോടും കുറിപ്പിൽ ഗഫൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണം ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. നേപ്പാളിലെ സംഘർഷം ഹൃദയഭേദകം, സമാധാനത്തിനൊപ്പം നിൽക്കണം പ്രധാനമന്ത്രി. നേപ്പാളിലെ സംഘർഷം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവഹാനിയിൽ എന്നും താൻ ദുഃഖിതൻ. നേപ്പാളിന്റെ സ്ഥിരത, സമാധാനം, സമൃദ്ധി എന്നിവ ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സമാധാനത്തിനൊപ്പം നിൽക്കുവാൻ എല്ലാ നേപ്പാളികളോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.